അർജുന്റെ വ്ലോഗാണ് കേട്ടോ. ഹായ് അർജുൻസ് യൂട്യൂബ് ചാനൽ. എന്താ മോനെ കണ്ടോ? ഫസ്റ്റ് വ്ലോഗാണോ? യെസ്, ഫസ്റ്റ് വ്ലോഗ്. ഹലോ ഗൈസ്, ദിസ് ഈസ് അർജുൻ. എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. സോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ സർപ്രൈസ് എനിക്ക് കിട്ടിയ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്കൊരു ഒരു ഫാമിലി, ഒരു കുഞ്ഞു ഗ്രൂപ്പുണ്ട് നമുക്ക്. അപ്പം അവരെല്ലാം ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. അതിൽ ഒരാളാണ് ഷാരൂഖ് എന്ന് പറയാം. ഷാരൂഖാണ് എനിക്ക് ഈ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് എന്നെ ആദ്യം വിളിക്കുന്നത്. ആക്ച്വലി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, സർപ്രൈസ് തരാനാണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ ബർത്ത്ഡേ ജൂലൈ 1-ാം തീയതിയായിരുന്നു. പക്ഷേ ഇവന്മാർ പ്ലാൻ ചെയ്യുന്നത് ജൂലൈ 3-ാം തീയതി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവനൊരു വണ്ടി എടുത്തു, അത് ഇവരെല്ലാവരും കൊണ്ട് കാണിച്ച് സർപ്രൈസ് ചെയ്യണം, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ലായിരുന്നു. ഇവൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ആറ്റിങ്ങിൽ ചെല്ലുക. ആറ്റിങ്ങിൽ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ സർപ്രൈസായി. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കാനഡയിലാണ് 2 വർഷമായിട്ട്. പുള്ളിക്കാരൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. അവിടെ തൊട്ടപ്പോൾ അവിടെ വരെ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ പുള്ളിക്കാരനെ കണ്ട ഷോക്കിലായി. അങ്ങനെ പുള്ളിക്കാരനെ കണ്ടു. അവിടെ തൊട്ടുള്ള വീഡിയോസ് എൻ്റെ ഉണ്ട്, അവിടെ തൊട്ട് അങ്ങോട്ട് ഉള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. എന്നാലും കുറേ വോയിസ് ഒക്കെ ക്ലിയർ ആയിരിക്കത്തില്ല, കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, വീഡിയോ കിട്ടും. ഞാനിപ്പോൾ ചിറയൻകീഴ് ഷാർക്കറ റെയിൽവേ ഗേറ്റ് കിടക്കുമോ, എന്താണ് പ്ലാൻ ഒന്നും അറിയത്തില്ല. ഷാരൂഖ് ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഞാൻ ഗേറ്റ് കിടക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ അരമണിക്കൂറായി. എന്തായിരിക്കും നോക്കാം, എന്താണ് പ്ലാനെന്ന്. അവർക്ക് സർപ്രൈസ് ആണ്. അവർക്ക് സർപ്രൈസ് ആണല്ലേ, കുഴപ്പമില്ല. എന്താ മോനെ കണ്ടോ? നീ കാറ് വാങ്ങിച്ചല്ലേ എന്റെ അടുത്ത് പറയാതാ? അടിപൊളി. ഇതാണ് നമ്മുടെ അജിത്തേട്ടൻ. അജിത്തേട്ടൻ കാനഡയിൽ സർപ്രൈസ്, എനിക്ക് സർപ്രൈസ് ആയി പോയി. എല്ലാവർക്കും സർപ്രൈസ്. എടാ മോനെ, എടാ നീ പറയാത്തത് അങ്ങനെ നമ്മൾ ഷാരൂഖിനെയും അജിത്തേട്ടനെയും കാറിലാണ് പോകുന്നത്. കാർ വാങ്ങിച്ചല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞു? കാറ് വാങ്ങിച്ചത് പറഞ്ഞ് എന്നെ പറ്റിച്ച് തേച്ചൊട്ടിച്ചതാ. ആറ്റയും കൊണ്ട് വൃത്തികെട്ടോ. ഞാൻ ആലോചിക്കുന്നത് ഒറ്റയ്ക്ക് അങ്ങനെ കാർ എടുത്തോളൂ. KSRTC എന്താ കാണിക്കുന്നത്? യവൻ വരുമ്പോഴത്തേക്ക് ഫോൺ ഓൺ ആക്കാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അതൊരു പുതിയ കാർ സത്യം, നിന്റെ കാറ് കാണിക്കാം, അത് തുടങ്ങാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി ഇയാളെ കണ്ടപ്പോ എന്താ തോന്നിയത്? എനിക്ക് ഞാൻ കേണ്ടല്ലോ നിൽക്കുന്നത്. ഇല്ല, എനിക്ക് ആദ്യം മനസ്സിലായില്ല സത്യം. മനസ്സിലായില്ല. ഞാൻ ഇവന്റെ ഏതോ കൂട്ടുകാരൻ ഇവന് ഓടിക്കാൻ കൈ തെളിയാത്തോണ്ട് ഇവന് കൈ തെളിയാത്തോണ്ട്. പക്ഷെ ഞാൻ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് അമേസ് കൊണ്ടുവരുന്നു. പ്ലാൻ പറ. നമ്മളങ്ങനെ അക്ഷയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ആരാ അയിത്തന്നെ? എനിക്ക് നിങ്ങളോട് ഞാൻ വരാം. ഞാൻ ഇങ്ങനെ വരണം, വീഡിയോ എടുത്തോണ്ട് വരാം. ഞാൻ കാറുകൾ ഇട്ടോണ്ടിരിക്കണം പറയാം. നീ എങ്ങനെ വീഡിയോ എടുക്കും? അപ്പോൾ അജിത്തേട്ടൻ കാനഡയിൽ വന്നിരിക്കുകയാണ്. അജിത്തേട്ടൻ കാനഡയിൽ നിന്ന് വന്നത് അവരറിഞ്ഞിട്ടില്ല. എനിക്കും അർജുനും മാത്രമേ അറിയാവൂ. അപ്പം നമ്മൾ അകത്ത് കയറിയിട്ട് അവരെ സർപ്രൈസ് ചെയ്യാൻ പോകണം, അജിത്തേട്ടനെ കാണിച്ചിട്ട്. ഓക്കെ, നിനക്ക് വ്ലോഗ് ചെയ്യാനൊക്കെ അറിയാമല്ലേ? ഗൈസ്, ഈ ഗൈസ് വിളി ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ അജിത്തേട്ടനെ കൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ പോകണം. നമ്മൾ ഞാൻ സർപ്രൈസ് എന്ത് വല്ലതും നടക്കൂ? അമ്മ അവിടെ നിന്ന് കൈ കാണിച്ച അവര് കാണത്തില്ലേ? എന്താണ് അവസ്ഥയെന്ന് ഇപ്പം അറിയാം. നമുക്ക് ആദ്യം കയറാം, എന്നിട്ട് നമുക്ക് ആദ്യം ആലോചിക്കാൻ പറ്റില്ല. അക്ഷയ് ചെറിയോ തുറക്ക്.
കൊച്ചായി കല്യാണമായി എന്റെ കല്യാണം വെയിറ്റ് ചെയ്തിരുന്നോ സർപ്രൈസ് പഴയ പാട്ടുകളൊക്കെ ഉണ്ടോ? സുഖം പിടിച്ചു എനിക്ക് സംശയം ഉണ്ടായിരുന്നു സത്യം പക്ഷേ അതിന് മാറി ഓക്കെ ഹായ് അർജുൻസ് യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്. ഓർത്ത് വെച്ചോ എല്ലാം കൂടെ ചേർത്ത് നിനക്ക് ഞാൻ പണി തന്നില്ലെങ്കിൽ എന്റെ പേര് നീ ദർശനം കിട്ടും. പ്രൊഡ്യൂസറിനെ ഒപ്പിച്ചോണ്ട് എന്താ അവിടെ ഒന്നുമില്ല. ഞാൻ എല്ലാരും ഞെട്ടിച്ചു, നിങ്ങളെ ഞെട്ടിച്ച്, അയാളെ ഞെട്ടിച്ച്, അവിടെ ഞാനും ഞെട്ടിച്ച്, എന്നെ ഞെട്ടിച്ച്. പറഞ്ഞതെങ്കിൽ നീ പറയണ്ടായിരുന്നു ഒറിജിനൽ സംസാരം വെളി വന്ന് നോക്ക് ഗൈസ്. ഹലോ ആ ദർശനയുടെ കല്യാണമാണ് എന്നാൽ ഡേറ്റ് എന്നാടി കല്യാണം? സെപ്റ്റംബർ 9. എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കണം. നിങ്ങൾ ഞാൻ ഇവിടെ എന്തൊക്കെ എടുത്ത് വെച്ചാൽ ഞാൻ തന്നെ ഒരു സ്ത്രീധനല്ലേ? ഞാൻ തന്നെ ഒരു തരമല്ലേ? ഞാൻ തന്നെ ഒരു സ്ത്രീധനമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചതാണ്, എല്ലാം എന്റെ പ്ലാനാ. ഇത് എനിക്ക് മനസ്സിലായി, എനിക്ക് പരിപാടി മനസ്സിലായി. പിന്നെ ഇവൻ അജിത്തേടെ വന്നതുകൊണ്ട് പിന്നെ എനിക്ക് അത് പിന്നെ കൺഫ്യൂഷനായി. ഇനി ഇതാണോ അതാണോ എന്ന് ഡൗട്ട് അടിച്ച്. സിനിമ നടി സോഫി, ഇത് വാഴ ഷാരൂഖ്. നിന്റെ കല്യാണത്തിന് പൊളിക്കും. സെപ്റ്റംബർ 9. അത് ഞാൻ എടുത്ത് നോക്കട്ടെ. ഇത് മിക്കവാറും ദർശനാസ് വ്ളോഗാവും. ദർശനാസ് വ്ളോഗായത് ഇത് ഫുൾ അവിടെ മാത്രമേ ഉള്ളൂ. സോണി ഒരു മാസം ഓഫീസിൽ കാണും, പക്ഷെ ഫെയർവെൽ ഇല്ല. അതാണ് വേറൊരു വിറ്റ്. ക്യാമറ കൊണ്ട് എന്റെ പറയുമോ വീഡിയോ അവന് എന്റെ മകന്റെ പുറകെ നടത്താനുള്ള സബ്സ്ക്രൈബ് സോഡ ബോട്ടിൽ എന്റർടൈൻമെന്റ്.
എന്നെ ഒരു സാധനം ഇല്ല അതിനകത്ത് എല്ലാം അവളുടെ മാത്രം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഷാരൂഖ് അജിത്തേനോട് ലുലുവിലോട്ട് പോയി അജിത്തേന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഷോപ്പിംഗ് എണ്ണ എത്ര എണ്ണ കേട്ടോ അത് ഷാറൂഖിന്റെ എണ്ണ ഷാറൂഖ് കാട്ടി എണ്ണ അജിത്തേട്ടൻ 6 കോക്കനട്ട് ഓയിൽ എടുത്തു ഒരു രക്ഷയില്ല ഭീകരമാണ് വ്ളോഗ് മാറി കഴിച്ചു ഫുൾ എൻ്റെ വ്ളോഗല്ല ബാക്കിയുള്ള വ്ളോഗായിട്ട് മാറിക്കൊണ്ടിരിക്കുകയോ അയതേടാ വാ ആരെയൊക്കെയോ വായി നോക്കി നിൽക്കുന്ന ഷാരൂഖ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിറങ്ങി ഗൈസ് പർച്ചേസ് ചെയ്ത 6 പാക്കറ്റ് എണ്ണ ഒരു മെത്ത ഞാൻ ഒന്നും വാങ്ങിയില്ല എല്ലാം അവരാണ് വാങ്ങിയത് ഷാരൂഖിനെ കൊണ്ടുവന്ന് ടെക്നോ പാർക്കിൽ വന്നത് എൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞു ഡ്രോപ്പ് ചെയ്യണം ഗൈസ് ബൈ ബൈ അടുത്തുള്ള പോയി കാണാം എന്നെ അവമാനിച്ച് ഇറക്കി വിട്ടണ ഇറക്കി വിട്ട് വൃത്തിയിട്ട് അഴുക്ക പോലീസ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു തന്നെ അങ്ങോട്ട് വന്നില്ല അവന്റെ കൂടെ പോയി ക്യാമറ പിടിക്കുമ്പോൾ സ്റ്റാൻഡ് മാറും ചാർജും ഇല്ല ഇപ്പോൾ ഓഫ് ആവും ഐത്തണ്ണാണ് ഞാനും ഐത്തണ്ടും മാത്രമേ ബാക്കി ഷാരൂഖിനെ കൊണ്ടാക്കി നിന്റെ മെത്ത് ശ്രീയാങ് കാട്ടാൻ അതെ അവിടെ തന്നെ ഓക്കെ അപ്പൊ ബൈ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ് അങ്ങനെ അവരെല്ലാവരും പോയി ഗൈസ് എല്ലാവരെയും കൊണ്ടാക്കി എല്ലാവരും എന്നെ കൊണ്ടാക്കിയിട്ട് പോയി ഇനി നമുക്ക് വീട്ടിൽ പോവാം അങ്ങനെ അവരെല്ലാം പോയി ഗൈസ് ആക്ച്വലി അടിപൊളി ദിവസമായിരുന്നു കിട്ടുന്ന ദിവസമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് നടക്കുകയും ചെയ്തു പക്ഷേ പ്രതീക്ഷിക്കാത്തത് നടന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇനിയും നല്ല വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും എനിവേ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ വേറെന്തുവാ വേറൊന്നുമില്ല അടുത്ത വീഡിയോ കാണാം